പ്രിയമുള്ള വിദ്യാർത്ഥികളെ, പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്ലസ് വൺ മാത്തമാറ്റിക്സുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് ടു മാത്തമാറ്റിക്സിൽ ചാപ്റ്ററുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ കണ്ടന്റ് ഏരിയ കൂടിയിട്ടുണ്ട്. പ്ലസ് വണ്ണിൽ നിങ്ങൾ 16 ചാപ്റ്ററുകളാണ് മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ളത്. പ്ലസ് ടുവിൽ അത് 13 ചാപ്റ്ററുകളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേസമയം നേരത്തെ ഒരു ടെക്സ്റ്റ് ബുക്കായിരുന്നു നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ 2 ടെക്സ്റ്റ് ബുക്കിലൂടെയാണ് മാത്തമാറ്റിക്സ് ടോപ്പിക് കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷനിൽ, വീഡിയോയിൽ ചാപ്റ്ററുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചാപ്റ്ററുകളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പ്രാധാന്യവും കൂടി ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. സെക്കൻഡ് ഇയറിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. താരതമ്യേന വലിയൊരു ചാപ്റ്റർ തന്നെയാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഏതാണ്ട് 234 പീരീഡായിട്ട് ടോട്ടൽ പീരീഡ്സിന് ഡിവൈഡ് ചെയ്തപ്പോൾ 18 പീരീഡ്സിൻ്റെ ടോപ്പിക്കാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്. ടൈപ്സ് ഓഫ് റിലേഷൻസ്, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, ദെൻ ബൂളിയൻ ആൾജിബ്ര, ഈ കാര്യങ്ങളാണ് ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന താരതമ്യേന ചെറിയ ഒരു ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഫൈനൽ എക്സാമിന് 4 മാർക്ക് മുതൽ 6 മാർക്ക് വരെയാണ് നിങ്ങൾക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാവുന്നത്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ, ഒന്നാമത്തെ ചാപ്റ്ററിൽ 6 മുതൽ 8 മാർക്ക് വരെ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ 2 ചാപ്റ്ററുകളും നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ള, പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ള ചാപ്റ്ററുകളുടെ കണ്ടിന്യൂഷനാണ്. മൂന്നാമത്തെ ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മെട്രിസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററും, അതേപോലെ 4ാമത്തെ ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളത് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമാണ്. ഇത് രണ്ടും എൻറ്റയർലി പുതിയ കോൺസെപ്റ്റുകളാണ്. താരതമ്യേന വളരെ ഈസി ആയിട്ട് പ്ലസ് ടു മാത്തമാറ്റിക്സിൽ പഠിച്ചു പോകാവുന്ന 2 ചാപ്റ്റേഴ്സുകളാണ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത്. നേരത്തെ മാത്തമാറ്റിക്സിൽ വലിയ ഗാഹ്യമില്ലാത്ത ആളുകൾക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ചാപ്റ്ററാണ്, 2 ചാപ്റ്റേഴ്സാണ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. മെട്രിസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെയായിരിക്കും ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ടാകും. 2 ചാപ്റ്ററിൽ നിന്നുകൂടി നമുക്ക് ഒരു 14 മാർക്ക് മുതൽ 18 മാർക്ക് വരെ, 20 മാർക്ക് വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്, ചോയ്സ് ഉൾപ്പെടെ. വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകാവുന്ന 2 ചാപ്റ്ററുകളാണ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. 5ാമത്തെ ചാപ്റ്റർ മുതൽ 9ാമത്തെ ചാപ്റ്റർ വരെ ഉള്ള ചാപ്റ്ററുകളാണ് പ്ലസ് ടു മാത്തമാറ്റിക്സിൻ്റെ ക്രക്സ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. കാൽക്കുലസ് എന്ന് പറഞ്ഞ മാത്തമാറ്റിക്സിൻ്റെ ബ്രാഞ്ചിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്ന 5 ചാപ്റ്റേഴ്സാണ് 5ാമത്തെ ചാപ്റ്റർ മുതൽ 9ാമത്തെ ചാപ്റ്റർ വരെയുള്ള ചാപ്റ്റേഴ്സ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളൊരു ചാപ്റ്റർ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ 5ാമത്തെ ചാപ്റ്റർ മുതലുള്ള ടോപ്പിക്കുകൾ, ചാപ്റ്റേഴ്സുകൾ വരുന്നത്. അതിൽ 5ാമത്തെ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നിങ്ങൾക്ക് കാണാവുന്നതാണ്. 25 അവറാണ് 234 അവറിൽ
234 പീരീഡിൽ ഈ ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 8 മുതൽ 12 വരെ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാകുന്ന ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ. കാര്യമായിട്ട് 2 കോൺസെപ്റ്റാണ്, ഒന്ന് കണ്ടിന്യൂറ്റി, മറ്റൊന്ന് ഡിഫറൻഷ്യബിലിറ്റി. ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ പോർഷൻ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ അതിനെ തുടർന്ന് വരുന്ന ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സിൻ്റെ നമ്മൾ നേരത്തെ പഠിച്ച് കുറച്ച് ഫങ്ഷൻസിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. +1 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന കുറേയധികം ഡിഫറൻസിയേഷൻ ടെക്നിക്കുകൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത്. 5ാമത്തെ ചാപ്റ്ററിൻ്റെ പ്യുവർ ആയിട്ടുള്ള കണ്ടിന്യൂഷനാണ് അടുത്ത ചാപ്റ്റർ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവിനെ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഏതാണ്ട് ഒരു 5-6 ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഏതാണ്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. നിങ്ങൾക്ക് കാണാം 25 മാർക്കാണ്, 25 പീരീഡാണ് അതിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ളത്. 8 മുതൽ 12 മാർക്ക് വരെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. 7ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. കാണാം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള, പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. നിങ്ങൾക്ക് 15 മാർക്ക് വരെയൊക്കെ ഒരുപക്ഷെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഡിഫറൻഷ്യബിലിറ്റി അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സാണ് നമ്മൾ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിനെ തുടർന്ന് വരുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ 2ാമത്തെ ചാപ്റ്റർ പോലെ തന്നെ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഏതാണ്ട് 4 മുതൽ 6 മാർക്ക് വരെയൊക്കെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. 9ാമത്തെ ചാപ്റ്ററായിട്ട് നമ്മൾ പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഏതാണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിനേക്കാളും കുറച്ചുകൂടി ഒരു പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. നിങ്ങൾക്ക് ഒരു 6 മാർക്ക് മുതൽ 8 മാർക്ക് വരെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ദെൻ 10ാമത്തെ ചാപ്റ്റർ വെക്റ്റർ ആൾജിബ്ര. നിങ്ങൾ നോർമലി ഫിസിക്സിലെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ വെക്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആ വെക്റ്റേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് വെക്റ്റർ ആൾജിബ്ര. എന്താണ് വെക്റ്റർ ഓപ്പറേഷൻസ്, എങ്ങനെ 2 വെക്റ്റർ ആഡ് ചെയ്യാം, അതേപോലെ സബ്ട്രാക്ട് ചെയ്യാം, എന്താണ് ഡോട്ട് പ്രോഡക്റ്റ്, എന്താണ് ക്രോസ് പ്രോഡക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് വെക്റ്റർ ആൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഏതാണ്ട് 6 മുതൽ 8 മാർക്ക് വരെയൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് വെക്റ്റർ ആൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ. 11ാമത്തെ ചാപ്റ്റർ 3 ഡയമെൻഷണൽ ജോമെട്രി. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന പേരിൽ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു പോയിന്റിനെ എങ്ങനെയാണ് 3 ഡയമെൻഷനലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അവിടെ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണാൻ പറ്റും, അതേപോലെ സെക്ഷൻ ഫോർമുല എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഇയറിലെ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. താരതമ്യേന വലിയൊരു ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഏതാണ്ട് നിങ്ങൾക്ക് 8 മാർക്ക് മുതൽ 10-12 വരെയൊക്കെ മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ജോമെട്രി. മെയിൻലി ലൈൻസ് ആൻഡ് പ്ലെയിൻസ്, ഈ 2 കോൺസെപ്റ്റുകളാണ് അവിടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ചാപ്റ്റർ ലീനിയർ പ്രോഗ്രാമിംഗ്.
ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണ് എന്നും ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നെല്ലാം നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ലീനിയർ ഇനീക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾ ഗ്രാഫിക്കൽ സൊല്യൂഷൻസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാഫിക്കൽ സൊല്യൂഷൻസിന് കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഏതാണ്ട് 6 മുതൽ 8 മാർക്ക് വരെയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാവുന്നത്. അവസാനത്തെ ചാപ്റ്റർ പ്രോബബിലിറ്റി, 13ാമത്തെ ചാപ്റ്റർ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പ്രോബബിലിറ്റിൻ്റെ ഫണ്ടമെൻ്റൽസ് പഠിച്ചിട്ടുണ്ട്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് എന്താണ്, വാട്ട് ഈസ് ബേസ് തിയറം, അതേപോലെ റാൻഡം വേരിയബിൾ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇയർ പ്രോബബിലിറ്റി ചാപ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി വലിയൊരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ. ടോട്ടൽ നിങ്ങളെ സബ്ജക്റ്റിനെ മാത്തമാറ്റിക്സ് പേപ്പറിന് 13 ചാപ്റ്ററുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രാധാന്യത്തിനെയാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. വരുന്ന വീഡിയോയിൽ നമുക്ക് ഓരോരോ ചാപ്റ്ററുകളിലേക്കും അതിൻ്റെ കോൺസെപ്റ്റുകളിലേക്കും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകാവുന്നതാണ്. So thank you very much.